അമേരിക്കൻ സൈനിക ചരിത്രത്തിലെയും വിദേശ നയങ്ങളിലെയും ഏറ്റവും സങ്കീർണവും സവിശേഷവുമായ ഒരു അധ്യായത്തിനാണ് മിനാബ് സ്കൂൾ ദുരന്തവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ വഴി തുറന്നിരിക്കുന്നത്. US മറൈൻ വിഭാഗത്തിലെ ഒരു മുൻ വെറ്ററൻ സൈനികൻ പരസ്യമായി രംഗത്ത് വരികയും മിനാബിലെ സ്കൂൾ കുട്ടികളുടെ മരണത്തിന് പിന്നിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവുകളാണെന്ന് ആരോപിക്കുകയും ചെയ്തതോടെയാണ് ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ആളിപ്പടർന്നത്. യുദ്ധരംഗത്തെ US സൈന്യത്തിന്റെ ധാർമ്മികതയെയും കമാൻഡ് റെസ്പോൺസിബിലിറ്റിയെയും കുറിച്ചുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഈ വെളിപ്പെടുത്തൽ ഉയർത്തുന്നത്. മിനാബിൽ നടന്ന മാരകമായ ആക്രമണങ്ങളിൽ ടോമോഹോക്ക് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നാണ് മുൻ സൈനികന്റെ പ്രധാന ആരോപണം. അതിവിദൂര ലക്ഷ്യങ്ങളിലേക്ക് കൃത്യതയോടെ തൊടുക്കാൻ സാധിക്കുന്ന ഇത്തരം വിനാശകാരികളായ ആയുധങ്ങൾ ഒരു സ്കൂൾ കെട്ടിടത്തിന് നേരെ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഭീകരമായിരുന്നെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് കുട്ടികൾ ഒത്തുകൂടുന്ന ഒരു പഠന കേന്ദ്രത്തിന് നേരെ ഇത്തരമൊരു വ്യോമാക്രമണം നടത്തുമ്പോൾ പാലിക്കേണ്ട അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്ഫോടനാത്മകമായ ആരോപണം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രതിരോധ രംഗത്തും വലിയ രീതിയിലുള്ള ഭിന്നതകളാണ് ഉടലെടുത്തിരിക്കുന്നത്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ വാക്കുകളെ കേവലം രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളായി തള്ളിക്കളയാൻ വൈറ്റ് ഹൌസ് അനുകൂലികളും ട്രംപിന്റെ അനുയായികളും ശ്രമിക്കുമ്പോൾ സൈനിക നടപടികളിലെ സുതാര്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി രംഗത്തുണ്ട്. ഏതൊരു സൈനിക നടപടിയിലും സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുക എന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന പ്രമാണമാണ്. എന്നാൽ മിനാബ് സംഭവത്തിൽ ഈ തത്വം പാടെ അവഗണിക്കപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളും സാക്ഷ്യപത്രങ്ങളും സൂചിപ്പിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികൾ യുദ്ധത്തിന്റെ ഇരകളായി മാറുമ്പോൾ അത് കേവലം ഒരു തന്ത്രപരമായ പിഴവായി കണ്ട് തള്ളിക്കളയാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷകരും എത്തി നിൽക്കുന്നത്. മുൻ US മറൈൻ സൈനികന്റെ ഈ പരസ്യ നിലപാട് സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര അച്ചടക്കത്തെയും ധാർമ്മികതയും കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടിയ ഒരു വെറ്ററൻ സ്വന്തം കമാൻഡർ ഇൻ ചീഫിനെതിരെ ഇത്രയും ഗുരുതരമായ കൊലക്കുറ്റം ആരോപിക്കുന്നത് ആഗോളതലത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ തീരുമാനങ്ങൾ താഴെ തട്ടിലുള്ള സൈനികരിൽ എത്രത്തോളം മാനസികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്. ഈ വിവാദം അമേരിക്കയുടെ വിദേശ നയങ്ങളെയും പശ്ചിമേഷ്യൻ മേഖലയിലെ US സൈനിക സാന്നിധ്യത്തെയും വീണ്ടും സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. മേഖലയിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിൽ നടത്തുന്ന പല ആക്രമണങ്ങളും ലക്ഷ്യം തെറ്റിയാണ് കലാശിക്കുന്നതെന്ന ആരോപണത്തിന് ഈ മിനാബ് സംഭവം കൂടുതൽ ശക്തി പകരുന്നുണ്ട്. വിനാശകരമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ പ്രാദേശിക ജനതയ്ക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ സൈനിക തീരുമാനങ്ങളും അതിന്റെ ആധികാരികതയും വീണ്ടും പുനഃപരിശോധിക്കപ്പെടണമെന്ന ആവശ്യത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. എന്നിരുന്നാലും ഒരു വിദ്യാലയത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ക്രൂരതയെയും കുട്ടികളുടെ മരണത്തെയും രാഷ്ട്രീയ കണ്ണുകളിലൂടെ മാത്രം കാണുന്നത് ശരിയല്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവർ എടുക്കുന്ന ഓരോ തീരുമാനത്തിന്റെയും കനത്ത വില നൽകേണ്ടി വരുന്നത് താഴെത്തട്ടിലുള്ള നിരപരാധികളാണെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിവാകുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഈ വെറ്ററൻ സൈനികന്റെ വെളിപ്പെടുത്തലുകളെ വളരെ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പുറത്തുവിട്ട തെളിവുകളുടെയും ദൃശ്യങ്ങളുടെയും വിശ്വാസ്യത പരിശോധിക്കാൻ സ്വതന്ത്ര അന്വേഷണ കമ്മീഷനുകളെ നിയമിക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഔദ്യോഗിക വക്താക്കൾ ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അവിശ്വാസവും അമർഷവും അത്ര പെട്ടെന്ന് ശാന്തമാകുന്ന ലക്ഷണമില്ല. സൈനിക കമാൻഡിന്റെ ഉത്തരവാദിത്തം എവിടെ അവസാനിക്കുന്നുവെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ എവിടെ തുടങ്ങുന്നുവെന്നും വേർതിരിച്ചു കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയിൽ സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിധേയമായിരിക്കണം. മിനാബിലെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ വിവരങ്ങളുടെ അഭാവമായിരുന്നു അതോ മനഃപൂർവമായ അശ്രദ്ധയായിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് ആഗോള നീതിന്യായ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്.
മിനാബിലെ വിദ്യാലയത്തിൽ തകർന്നു വീണ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ കേവലം ലോഹ കഷ്ണങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു കൂട്ടം കുട്ടികളുടെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ് കൂടിയാണ്. ഈ ദുരന്തത്തിന് കാരണക്കാരായവർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരണമെന്നത് ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളുടെ ആവശ്യമാണ്. യുദ്ധത്തിന്റെ മാനുഷികമായ ആഘാതം സാമ്പത്തിക നഷ്ടങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അപ്പുറത്താണെന്ന് ഈ സംഭവം നമ്മെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ എപ്പോഴും ന്യായീകരിക്കപ്പെടുന്നത് ഭീകരവാദ നിർമ്മാർജ്ജനത്തിന്റെ പേരിലാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിമാറുന്നത് US കോൺഗ്രസിലെ രാഷ്ട്രീയ പോരുകളിലേക്കാണ്. ട്രംപിന്റെ നയങ്ങളെ എതിർക്കുന്ന വിഭാഗം ഈ വെളിപ്പെടുത്തലിനെ അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കുമ്പോൾ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി എടുത്ത കടുത്ത തീരുമാനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് മറുവിഭാഗം ഇതിനെ ചിത്രീകരിക്കുന്നത്. സുതാര്യതയും അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത സൈനിക നടപടികൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്. മിനാബ് സംഭവത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ പെന്റഗൺ തയ്യാറാകണമെന്ന സമ്മർദ്ദം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മുൻ മറൈൻ വെറ്ററിന്റെ വാക്കുകൾ ഓരോ സൈനികന്റെയും ഉള്ളിലെ ധാർമ്മികമായ സംഘർഷങ്ങളുടെ പ്രതിഫലനം കൂടിയാണ്. യുദ്ധക്കളത്തിൽ കൽപ്പിക്കപ്പെടുന്ന ഉത്തരവുകൾ നടപ്പിലാക്കുമ്പോഴും തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം പല സൈനികരെയും വേട്ടയാടുന്നുണ്ട്. ആത്യന്തികമായി മിനാബ് സ്കൂൾ ദുരന്തവും അതിനെ തുടർന്നുണ്ടായ പുതിയ വിവാദങ്ങളും ആഗോള യുദ്ധനയങ്ങളുടെ പുനഃപരിശോധനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് പോലും അയാളുടെ നടപടികളിലെ പിഴവുകൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത്. ഈ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ വരും നാളുകളിൽ ലോകരാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്.